ഇന്റലിജൻസ് നമുക്ക് ചെറിയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് നല്ല ലൈറ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാട്ടോ. ഇതൊരു നല്ല ഫാബ്രിക്കാണ്, പുതിയ ടൈപ്പ് മെറ്റീരിയൽ. നമുക്കൊരു ക്രഷ്ഡ് ടിഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്, ആ ഒരു ടൈപ്പ് തന്നെ ഫാബ്രിക്. പക്ഷേ ടിഷ്യൂവിൻ്റെ ഭയങ്കര തിളക്കമില്ല, ഇതിൽ എന്താ ചെറിയൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. നമുക്കൊരു സിൽക്കി ടച്ചുള്ള ഒരു ഫാബ്രിക്കാണ്. ചെറുതായിട്ട് ക്രഷ് ടൈപ്പ് ഒരു ഡിസൈൻ മൊത്തത്തിൽ പോയിട്ടുണ്ട്. നല്ല ഫാബ്രിക് ആട്ടോ. പിന്നെ ഡിസൈനും നല്ല ഭംഗിയുണ്ട് കാണാൻ. ലാവണ്ടറിൻ്റെ ഒരു ലൈറ്റ് ലാവണ്ടർ ആണ്, ഒരു പൗഡർ ലാവണ്ടർ എന്നൊക്കെ പറയാവുന്നൊരു ഷെയ്ഡ്. അതിൻ്റെ അകത്ത് ലാവണ്ടറിൻ്റെ ചെറിയ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാട്ടോ, നല്ല ഭംഗി ഇത് കാണാനായിട്ട്. ഭയങ്കര ഒരു വെറൈറ്റി ലുക്കുള്ള ഐറ്റം. ദുപ്പട്ടയ്ക്കകത്ത് വൺ സൈഡിൽ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടം ചെയ്തിരിക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്, അതുകൊണ്ട് തയ്ക്കുമ്പോഴും സെയിം കളർ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് Y330, റേറ്റ് 1290 1290. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് അടിപൊളി നല്ല ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം മെയിൻ ഷെയ്ഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത്. അത് ഇത്തിരി കൂടെ ഡാർക്കായിട്ട് നിൽക്കും, ഒരുപാട് ഡാർക്ക് അല്ലതാനും. ഈ ഒരു ഫ്ലവേഴ്സിലേക്ക് നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചൊരു ഡാർക്കായിട്ട് ആ ഒരു ഇത് കൊടുക്കില്ലേ എതറുകളിൽ കൂടെ ഒക്കെ, അത് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്ക് പോയിരിക്കുന്നത്. ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ കാണാനും നല്ല കേട്ടോ. അപ്പോൾ ഇതിനെ ആ ഒരു ഡാർക്ക് കോമ്പിനേഷൻ വരുന്നതിന് കുറച്ചൊരു ബ്രിക്ക് ഷെയ്ഡും കൂടെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് കാണാൻ നല്ല രസമില്ലേ. ഇതാണ് ദുപ്പട്ടയിലെ വർക്ക്. ഫ്രണ്ട് പോർഷനിലെ വർക്ക് അതിലും ഭംഗിയാട്ടോ കാണാനായിട്ട്. നല്ല ഫാബ്രിക്കാണ്. ഇതിൽ ആ ഒരു ക്രഷ് ടൈപ്പ് ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉപയോഗിച്ചാലും അങ്ങനെ ആ ഒരു മെറ്റീരിയലിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരത്തില്ല. നല്ല ഫാബ്രിക്കാണ്. ബോട്ടം ലൈനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. നമ്പർ Y328, റേറ്റ് 1290. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രീനിഷ് ബ്ലൂ കളറാണ്. സീ ഗ്രീൻ്റെ ഒക്കെ ലൈറ്റ് കളറ്, ഭയങ്കര ബ്ലൂ അല്ല കേട്ടോ, കുറച്ചൊരു ഗ്രീൻ ടോണുള്ള സൈസ്. എന്നാൽ നോർമലി വരുന്ന ഗ്രീനേക്കാളും ഒത്തിരി ഭംഗിയുള്ള കളറാണ്. ഗ്രീൻ കാണിക്കുമ്പോൾ എപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാര്യമാണ്, കളറിന് ചെറിയ വേരിയേഷൻസ് മിക്ചറുടെ ഫോണിന് ഇങ്ങനെ കാണിക്കും. അത് നോക്കിയിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കര ബ്ലൂ ആണെന്നോർത്ത് എടുക്കാറുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് പ്രശ്നമില്ല. ചെറിയൊരു ഗ്രീനിഷ് ടച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂവിനേക്കാളും ഒരുപാട് ഭംഗിയുള്ള ഷെയ്ഡാണ് ഇത് കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ട്. അതിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ആ ഒരു ഫ്ലവറിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയും സെയിം വർക്ക് തന്നെയാണ് കേട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടും. എങ്ങനെ ഇടാനും നമുക്കിത് അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ Y331, റേറ്റ് സെയിം തന്നെ. അടുത്ത ലാസ്റ്റ് കളർ വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചത് കുറച്ചുകൂടെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ മിക്സ്ഡ് ടോണിലായിരുന്നു. ഇത് കുറച്ച് ഡാർക്കായിട്ട് നല്ല കളർ, അതിൻ്റെ അകത്തും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡാർക്കായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനോട് വരുമ്പോൾ നല്ല അടിപൊളി എടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു സ്റ്റൈലാട്ടോ ഇതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത്. പിന്നെ ഈ ഫ്ലവർ കാണാൻ നല്ല രസമുണ്ട്. ബോട്ടം ലൈനിങ്ങും ഈ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ ഭയങ്കര തിളക്കമുള്ള സൈസ് സാറ്റിനല്ല, സാറ്റിന് തന്നെ കൂടിയ ഫാബ്രിക്കാണ് അതും. നമ്പർ വരുന്നത് Y329, റേറ്റ് 1290 മാത്രമേ ഉള്ളൂ. 1290.